രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിലെത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്ന ഒരു നിർണായക ശസ്ത്രക്രിയ വെറും ഒരു സ്ഥാനക്കയറ്റമോ പദവി നൽകലോ അല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. കേരളത്തിൽ UDF തിരികെ വരണമെന്നും കോൺഗ്രസ് ശക്തിപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന വാർത്ത കൂടിയാണിത്. സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്ന പോരായ്മകളും ഗ്രൂപ്പ് സമവാക്യങ്ങളും പരിഹരിക്കാൻ രമേശ് ചെന്നിത്തലയെ തന്നെ പ്രചരണ ചുമതല ഏൽപ്പിച്ചതിലൂടെ ഡൽഹിയിൽ നിന്നും ഹൈക്കമാൻഡ് നൽകുന്നത് വളരെ കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ്. നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നത് നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ചിലപ്പോഴൊക്കെ വലിയ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ഇത്തരം ഒരു തിരുത്തൽ നടപടിയിലേക്ക് കേന്ദ്ര നേതൃത്വം നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോയിരിക്കുന്നത് എന്നുള്ളതോടെ മനസ്സിലാക്കാൻ പലപ്പോഴും VD സതീശൻ ഒരു ഒറ്റയാൽ പോരാട്ടം നടത്തുന്നു എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായി ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ നിർണായകമായ സാമുദായിക സംഘടനകളെ പ്രത്യേകിച്ച് NSS, SNDP പോലുള്ള പ്രബല വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ സതീശന്റെ അനുഭവ സമ്പത്തിലെ കുറവ് പാർട്ടിയെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് സുരക്ഷിതമാകണമെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷിതമാക്കണമെങ്കിൽ ഈ സാമുദായിക ശക്തികളെ പിണക്കാതെ കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. NSS നേതൃത്വമായി നിലനിൽക്കുന്ന അകൽച്ച പരിഹരിക്കാൻ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ചെന്നിത്തലയ്ക്ക് എല്ലാ സാമുദായിക നേതാക്കളുമായുമുള്ള വ്യക്തിപരമായ ബന്ധം വരാനിരിക്കുന്ന പോരാട്ടത്തിൽ UDFന് വലിയൊരു കരുത്തായി മാറുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അഴിച്ചുപണിക്ക് AICC തയ്യാറായത് എന്നുള്ളതാണ്. AICC നിരീക്ഷകരും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നൽകിയ റിപ്പോർട്ടുകൾ സംസ്ഥാന നേതൃത്വത്തിന് അത്ര സുഖകരമായിരുന്നില്ല. ഗ്രൂപ്പുകൾക്ക് അതീതമായ പാർട്ടിയെ ചലിപ്പിക്കാൻ നിലവിലെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള ഗൗരവകരമായ പരാതി ഡൽഹിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന്റെ പല നിലപാടുകളോടും വിയോജിപ്പ് NSSഉം SNDPയും പരസ്യമായി രംഗത്ത് വന്നതും പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമായി ഉണ്ടാകുന്നുണ്ട്. പുതുയുഗ യാത്ര പോലുള്ള വലിയ രാഷ്ട്രീയ പരിപാടികളിൽ പോലും മുതിർന്ന നേതാക്കളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി കൂടി ഉയർന്നതോടെ ഹൈക്കമാൻഡിന് തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇത് VD സതീശനെ വെട്ടുകയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ ചെന്നിത്തലയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ഉപയോഗിക്കുകയാണ് പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചെന്നിത്തല വരുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ വരവല്ല, മറിച്ച് കോൺഗ്രസിന്റെ പഴയ ആ പ്രതാപകാലത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കൂടിയാണ്. വിവിധ സാമുദായിക നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അടുപ്പം തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മൈലേജ് നൽകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPയും സംഘപരിവാറും കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ചെന്നിത്തലയെ പോലുള്ളവരുടെ തഴക്കവും പഴക്കവുമുള്ള ഒരു നേതാവ് മുന്നിൽ നിൽക്കേണ്ടത് കാലഘട്ടത്തിന് കൂടി ആവശ്യമാണ്. ഇതിനോടൊപ്പമാണ് ശശി തരൂരിന്റെ നിയമനങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതും. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വീകാര്യതയുള്ള കേരളത്തിലെ യുവാക്കൾക്കിടയിൽ തരംഗമായ തരൂരിനെ പ്രചരണ കമ്മിറ്റി ഉപാധ്യക്ഷനാക്കിയതിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു നേതൃത്വമാണ് കോൺഗ്രസിന് എന്ന് തെളിയിക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനപ്രതിനിധിയുള്ള നേതാക്കളെ മുൻനിർത്തി ജനവികാരം അനുകൂലമാക്കാനുള്ള തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗത്തെയും യുവാക്കളെയും പാർട്ടിയോട് ചേർത്ത് നിർത്താൻ ഷാഫി പറമ്പിലിനെ കൺവീനറാക്കിയതും മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക് കൂടിയാണ്. ഇതൊരു മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഷാഫി പറമ്പിലിന്റെ ഊർജ്ജസ്വലതയും ചെന്നിത്തലയുടെ പക്വതയും ഒന്നിക്കുമ്പോൾ അത് പിണറായി സർക്കാരിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. VD സതീശന്റെ പ്രവർത്തന രീതികളിൽ വന്നിട്ടുള്ള പാകപ്പിഴകൾ ഈ ടീമിലൂടെ മറികടക്കാമെന്നാണ് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നത്. ഒറ്റയാൾ തീരുമാനങ്ങൾക്ക് പകരം കൂട്ടായ ചർച്ചകളിലൂടെ സ്ഥാനാർത്ഥി നിർണയവും പ്രചരണവും നടത്തുന്നതിലൂടെ പാർട്ടിയിൽ ഐക്യമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. കേരളത്തിൽ കോൺഗ്രസ് മുന്നേറരുതെന്ന് ആഗ്രഹിക്കുന്ന BJPയും CPMഉം ഈ ഒരുമ കണ്ട് വിളറി പിടിച്ചിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. നമ്മുടെ ചാനലുകളിൽ ഇരുന്നുകൊണ്ട് ചില മാധ്യമ സംഘങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസ് തകരുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കുറ്റ്യാടിയിൽ നടന്ന ചെറിയൊരു പ്രശ്നത്തെ എത്ര വലുതാക്കിയാണ് ചിലർ ആഘോഷിച്ചത് എന്നുള്ളത്. അവിടെ ഷാഫിയും സതീശനും തമ്മിൽ അടിയായി കോൺഗ്രസ് തകർന്നു എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമാണ്, വലിയ തരത്തിൽ ചർച്ചയായതുമാണ്. അങ്ങനെ ഈ വിഷയത്തിലൊക്കെ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ, അത്രത്തോളം ജനങ്ങളുടെ കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയുമുണ്ടായി. ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തിയിരിക്കുന്ന ഈ പുനഃസംഘടന കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തും ഉടൻ മാറ്റമുണ്ടാകുമെന്നാണ് പുതിയ സൂചനകളെല്ലാം. നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫിന് പേരാവൂർ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി നൽകിയിട്ടുമുണ്ട്. അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രായോഗികമല്ല എന്നുള്ള വിലയിരുത്തലാണ് പുതിയ ഒരാളെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് ക്രൈസ്തവ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. പത്തനംതിട്ട MP ആന്റോ ആന്റണി, മുൻ UDF കൺവീനർ ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കമുള്ളത്. ഗ്രൂപ്പ് പേരുകൾക്ക് അതീതമായി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നൊരു വ്യക്തിയെ KPCC അധ്യക്ഷനായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഈ പുനഃസംഘടന കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിവരയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CPMന്റെ തുടർഭരണത്തിന് തടയിടാൻ ഈ ടീമിന് കഴിയുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു തർക്കവുമില്ല, അല്ലെങ്കിൽ സംശയവുമില്ല.
കേരളത്തിൽ UDF അധികാരത്തിൽ വരരുതെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇവിടെ BJP ആണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ യാത്രക്കെതിരെ ഇത്രയും വലിയ പ്രചരണങ്ങളെല്ലാം നടന്നു വരുന്നത്. കോൺഗ്രസ് ഇല്ലാതായാൽ മാത്രമേ അവിടെ BJPക്ക് വേരുറപ്പിക്കാൻ കഴിയുള്ളൂ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൺഗ്രസ്സുകാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് BJP ശ്രമിക്കുകയും ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, അത് തമ്മിൽ തല്ലി തകരുന്ന പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് കൃത്യമായ നടപടിയുമായി മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ കൃത്യമായ പുതിയ ചടുലമായ നീക്കങ്ങളുമായെല്ലാം മുന്നോട്ട് വരുന്നത്. വിവിധ സാമുദായിക നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനും പാർട്ടിയിലെ ഉൾപ്പോരുകളെല്ലാം അവസാനിപ്പിക്കാനും ഈ പുതിയ ക്രമീകരണം സഹായിക്കുമെന്ന് UDF ക്യാമ്പ് ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ രാഷ്ട്രീയ മൈലേജ് നൽകാൻ ഈ മാറ്റങ്ങൾ ഉപകരിക്കുമെന്നാണ് പൊതുവായി ഉണ്ടാകുന്ന വിലയിരുത്തൽ. ഇതുകൂടാതെ പുതിയ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തിയ ഓരോ നേതാവിനും കൃത്യമായ ചുമതലകളെല്ലാം നൽകിയിട്ടുമുണ്ട്. മാധ്യമങ്ങൾ എന്ത് നുണപ്രചരണം നടത്തിയാലും ജനങ്ങൾക്കറിയാം കേരളത്തിൽ മാറ്റത്തിന് ഒരുങ്ങുകയാണ് എന്നുള്ളത്. UDFന്റെ ഈ പൊതുയാത്രയും പുതിയ നേതൃത്വവും മാറ്റത്തിന് നാന്ദിയായിരിക്കുമെന്നാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത്. BJPയുടെ CPMന്റെയും അജണ്ടകൾ അതിജീവിച്ച് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നേറുമ്പോൾ അത് കേരളത്തിന്റെ ജനാധിപത്യത്തിന് പുതിയ ജീവൻ നൽകുമെന്നാണ് കോൺഗ്രസ് അനുകൂലികളും കോൺഗ്രസും പറയുന്നത്. ചെന്നിത്തല നയിക്കുന്ന ഈ പോരാട്ടം വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ തനിമയും അതുപോലെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനെന്നാണ് കോൺഗ്രസ് പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തുറ്റ കോൺഗ്രസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണിതെന്നാണ് ഏവരും പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഇവിടെ ഈ രാഷ്ട്രീയ നീക്കം വിജയിക്കുമെന്ന് കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്നും ഇവർ ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പറയുന്നവർ നുണപ്രചാരം ആവാതിരിക്കുകയെന്നും ഒപ്പം ധാർമ്മികമായി ഈ രാഷ്ട്രീയ മുന്നേറ്റത്തെ കാണാൻ ശ്രമിക്കുകയെന്നും മാത്രമേ ഈ ഹേറ്റ് ക്യാമ്പ് നടത്തുന്നവരോട് പറയാനുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. ഇവിടെ നാം ആലോചിക്കണം, ശശി തരൂർ, ഷാഫി പറമ്പിൽ അതുപോലെ രമേശ് ചെന്നിത്തല ഈ 3 പേരെത്തുമ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകാൻ പോകുന്നത്. കാരണം ഈ മൂവർ സംഘം എത്തുമ്പോൾ അതിൽ 3 പേർക്കും വ്യക്തമായ പിടിപാടുകളുള്ളവരാണ്, അല്ലെങ്കിൽ വ്യക്തമായ ഈ വലിയ തരത്തിൽ ഫാൻ ബേസ് ഉള്ളവരാണ്, അവർക്ക് വലിയ തരത്തിൽ അണികൾ കൂടെ ഉള്ളവരാണ്. അവർ പറയുന്ന വാക്കുകളെല്ലാം കേൾക്കാൻ കോൺഗ്രസ് തയ്യാറാകും. ഷാഫി പറമ്പിലുള്ള ഫാൻ ബേസ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ശശി തരൂരിന് ഇന്ത്യയിൽ ഒന്നടങ്കം വലിയ തരത്തിൽ ഫാൻ ബേസ് ഉണ്ട്. ശശി തരൂരിനെ കേൾക്കാൻ ആളുകളുണ്ട്. ശശി തരൂരിന് വാക്കുകൾ എന്താണ് എന്നുള്ളത് ശ്രവിക്കാനും അത്രത്തോളം ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴത്തെ കോൺഗ്രസ് എന്നതിലുപരി പഴയ കോൺഗ്രസ് എന്നൊരു ഒരു ഇമേജ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വന്നാൽ അത് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അനുകൂലമാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂവർ സംഘത്തെ ഇറക്കിയിരിക്കുന്നത്. ഷാഫിയും ചെന്നിത്തലയും തലൂരും ഒരുമിച്ച് അണിനിരക്കുമ്പോൾ കേരളം പുതിയൊരു പുലരിയിലേക്ക് ഉടരുമെന്നും ഇതിലാർക്കും യാതൊരു സംശയം വേണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രമല്ല പ്രവർത്തകർ ആവേശം കൈവിടാതെ ഓരോ വാർഡിലും ഈ മാറ്റത്തിന്റെ സന്ദേശം എത്തിക്കണമെന്നും UDF വരുന്നുവെന്നുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ആലോചിക്കണം, ഇവിടെ ഈ മൂവർ സംഘം എത്തുമ്പോൾ അത് കൃത്യമായി ഇങ്ങ് പാറശാല മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെയുള്ള ഓരോ മണ്ഡലത്തിലും അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി പറയുന്നത്. മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ മേഖല കൊടുക്കുമ്പോൾ ശശി തരൂർ തിരുവനന്തപുരം അതുപോലുള്ള മേഖല കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ചെന്നിത്തല അദ്ദേഹത്തിന്റെ മണ്ഡലം മുതൽ അങ്ങോട്ട് കേന്ദ്രീകരിക്കും. ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലും കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ ഇവർ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അത് കോൺഗ്രസിന് പുതിയൊരു ഭരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ ഇത് സഹായിക്കുമെന്നൊക്കെയാണ് ഇവർ കണക്കൂട്ടുന്നത്. മാത്രമല്ല ഗ്രൂപ്പ് സമവാക്യങ്ങളെ ഇവിടെ അടിച്ചമർത്താനും ശക്തമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല വലിയ തരത്തിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസ് നടന്നു വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വലിയ തരത്തിലുള്ള സസ്പെൻസുകൾ ഉണ്ടാകുമെന്നും VD സതീശൻ അടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല VD സതീശന്റെ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പുതിയ വകുപ്പുകൾ ഉണ്ടാകും, പുതിയ ഭരണമാറ്റങ്ങൾ ഉണ്ടാകും, പുതിയ ഭരണ പരിഷ്കരണങ്ങൾ ഉണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും, പല സസ്പെൻസുകളും പല വിസ്മയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൃത്യമായി ഇപ്പോഴിതാ കൃത്യമായി അജണ്ട വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന് വേണ്ടി മാത്രമുള്ളതാണെന്നും അത് കേരളം കോൺഗ്രസിന് നൽകുമെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ നേതാക്കളുമെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നതും. അതുകൊണ്ട് തന്നെ ശശി തരൂർ, VD സതീശൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെന്നിത്തല, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഇവരെ പോലുള്ളവരെല്ലാം രംഗത്ത് മുൻനിരയിൽ നിൽക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ ഊർജ്ജം നൽകുന്നുണ്ട്, കോൺഗ്രസിന് വലിയ ആവേശം നൽകുന്നുണ്ട്, കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരു വലിയ ഉണർവ് കൂടി നൽകുന്നുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയ നേതൃത്വം കൂടി വരുന്നു. നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല, അതുപോലെ ശശി തരൂർ, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ കൂടി ചേരുമ്പോൾ അത് പുതിയൊരു മാറ്റത്തിന് കൂടി വഴിവെക്കുകയാണ്. ആ വഴി എന്താകുമെന്ന് ഇനി കണ്ടറിയേണ്ടതാണ്.